അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അമേരിക്കയുടെ നാവികസേനയുടെ കരുത്ത് തെളിയിക്കുന്ന ഈ വീഡിയോ കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാന്റെ IRGCയുടെ നാവികസേനയിൽ നിന്നും വാണിംഗ് ലഭിച്ചപ്പോൾ ഈ കപ്പൽ ഇറാന്റെ മിസൈലുകളിൽ നിന്നും പാഞ്ഞു രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ആണ് IRGC കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിൽ വ്യക്തമായി ഇന്ത്യൻ കടലിലേക്ക് ഉടനെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. You must alter warship 121. This is Sepah Navy station. You must alter course and go back to the Indian Ocean immediately. If you don't obey my order, you will be targeted. Out. This is Coalition Warship 121. Engage in transit passage in accordance with international law. No challenge is attended to you. Good. വ്യക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ യുദ്ധക്കപ്പലിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഒരു ഇറാന്റെ IRGCയുടെ സ്പീഡ് ബോട്ടിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ മെല്ലെ ഹോർമൂസ് കടലിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചിരുന്ന ആ കപ്പൽ ഇനി അതിന്റെ വേഗത, നിങ്ങളൊന്ന് അത് തിരിച്ചു പോകുന്നതിന്റെ വേഗതയും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. Transiting in the vicinity Fujairah Port and Oman Sea. This is Sepah Navy. This is Sepah Navy. Last warning, last warning, last warning. ഇപ്പോൾ അതിശക്തമായ വേഗതയിലാണ്. Attention all vessels in Oman Sea. This is Iranian Sepah Navy. ഈ കപ്പലിന്റെ ഇറാന്റെ സ്പീഡ് ബോട്ടുകൾ more than 10 miles from them because I'm ready to open fire on them. ഈ കപ്പലിനെ സ്പീഡ് ബോട്ടുകൾ പിന്തുടരുന്നുണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്, ഫുജൈറയുടെ ഭാഗത്തുള്ള, അതായത് ഹോർമസ് കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, അതിനാണല്ലോ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എസ്കോർട്ട് നൽകുമെന്ന് പറഞ്ഞത്. ഏകദേശം 100 കണക്കിന് കപ്പലുകൾ പേർഷ്യൻ കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്, പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ. എന്നാൽ ആ കപ്പലുകളെ പുറത്തേക്ക് എത്തിക്കാൻ സഹായം നൽകും, അവർക്ക് സുരക്ഷ നൽകും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ രീതിയിൽ എസ്കോർട്ട് നൽകാനായിരിക്കും ഈ കപ്പൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഹോർമസ് കടലിടുക്കിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് ലഭിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെയുള്ള കൊമേഴ്ഷ്യൽ കപ്പലുകൾ, ഈ കപ്പലുകൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഫുജൈറയുടെ തീരപ്രദേശത്ത് എത്തിയ ചില കപ്പലുകളുണ്ട്. അതാണ് ഈ വ്യക്തമായ നിർദ്ദേശം നൽകുന്നത്. ഫുജൈറയുടെ ഭാഗത്തുള്ള എല്ലാ കൊമേഴ്ഷ്യൽ കപ്പലുകളും ഉടനെ തന്നെ 10 മൈൽ പിന്നോട്ട് തിരിച്ചു പോകണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്, അല്ലെങ്കിൽ ഫയർ ചെയ്യുമെന്നുള്ള വാണിംഗ് നൽകുന്നു. ഇത്തരത്തിലുള്ള നിരന്തരമായ വാണിംഗ് ഈ ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗത്ത് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഗുരുതരമായ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗത്തേക്കാണ് ട്രംപിന്റെ നിർദ്ദേശം കേട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ മെല്ലെ മെല്ലെ എത്താൻ ശ്രമിച്ചത്. അതിന് ടാർഗറ്റ് ചെയ്യും, ഉടനെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിശക്തമായ ഓട്ടമാണ് പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്കയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഓടുന്നത്.